അകാലത്തിൽ പൊലിഞ്ഞ പ്രിയ നേതാവ് ജോർജ് മാത്യുവിന് ജന്മനാട് കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് പോലും ഏറെ പ്രിയങ്കരനായിരുന്നു. മങ്ങാട് പാറയ്ക്കലുള്ള വീടിന് സമീപം KP റോഡിൽ വെച്ചുണ്ടായ വാഹന അപകടത്തിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ബൈക്ക് KP റോഡിൽ വെച്ച് നിയന്ത്രണം വിട്ടുവന്ന ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ചാണ് അന്ത്യം സംഭവിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ജോർജ് മാത്യുവിനെ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പൊതുപ്രവർത്തകനും ഓർത്തഡോക്സ് സഭയുടെ നേതൃനിരയിലെ അംഗവുമായിരുന്ന അദ്ദേഹം ബൃഹത്തായ സൗഹൃദ സമ്പത്തിന്റെയും ജനകീയ ബന്ധത്തിന്റെയും ഉടമയായിരുന്നു. പൊതുപ്രവർത്തന രംഗത്തെ മാതൃകാ വ്യക്തിത്വമായിരുന്ന അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമായി ആയിരക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ്, കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്, ലോക്സഭാ അംഗം ആന്റോ ആന്റണി, MLA മാരായ അഡ്വക്കേറ്റ് K ശിവദാസൻ നായർ, ചിറ്റയം ഗോപകുമാർ, AICC അംഗം ഫിലിപ്പോസ് തോമസ്, ജില്ലാ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് മാത്യു കുളത്തിങ്കൽ, KPCC സെക്രട്ടറി പടകുളം മധു, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KP ഉദയഭാനു, CPI സംസ്ഥാന കൌൺസിൽ അംഗം AP ജയൻ, കേരള കോൺഗ്രസ് M സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ DK ജോൺ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ജോർജ്, കോൺഗ്രസ് നേതാക്കളായ തോപ്പിൽ ഗോപകുമാർ, പടകുളം ശിവദാസൻ, P വിജയമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K വിജയമ്മ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സജി മാരൂർ, അഡ്വക്കേറ്റ് D ഭാനുദേവൻ, റെജി പൂവത്തൂർ, ഹരികുമാർ പൂതങ്കര, അരുൺ രാജ്, കൃഷ്ണദാസ് കുറുമ്പകര, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിജോ വിളനിലം, സജിനി സുഗു തുടങ്ങി നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ സക്കറിയാസ് മാർ അപ്രേ മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. തുടർന്ന് മങ്ങാട് ജംഗ്ഷനിൽ നടന്ന അനുശോചന യോഗത്തിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കുകൊണ്ടു. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.